ആ പെണ്ണിനെ കണ്ട അവളറിയോ ചരിത്രം അറിയോ? എനിക്കറിയാടി. അവളിപ്പം മുതലല്ലടി, അവള് ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയായിരുന്നു. അവളുടെ അമ്മേനെ കാര്യങ്ങൾ അറിയില്ല. പിന്നെ അമ്മ ഇങ്ങനെ ആ പെണ്ണും അങ്ങനെ തന്നെ. അവള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചെറുക്കൻ, നായർ ചെറുക്കനായിട്ട് ഊട്ടിയിൽ പോയിട്ട് ഇവിടെ ഗോപാലേട്ടൻ കണ്ടത്. അത് ഞാനിങ്ങനെ ചെറുതായിട്ട് അറിഞ്ഞു, ശരിയാണോന്ന് അറിയില്ല. നമ്മള് പെൺപിള്ളേരെ പറ്റി കാണാത്ത ഗോപാലേട്ടൻ വന്ന് പറഞ്ഞ് നാട്ടിലൊക്കെ പാട്ടാ. അയാളുടെ മോള് ശരിയാണ്, അയാളുടെ മോള് നല്ലതാണ്. അതുകൊണ്ട് അയാളുടെ മോള് കോളേജിൽ പോയിട്ട് എന്താ പെണ്ണ് ഇവളുടെ ഭർത്താവ് നാട്ടിലില്ലല്ലോ. ഇപ്പൊ അവൻ ഗൾഫിൽ പോയപ്പോഴേ നല്ലതാലും പെൺപിള്ളേരെ ഇങ്ങോട്ട് പോകുമ്പോ അവനൊക്കെ ഓർക്കണം, അവനൊക്കെ അവിടെ പെണ്ണുണ്ടാവുന്നേ. ഇവിടെ വന്ന് കിടന്നുണ്ട് അവന് പെണ്ണുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ. ഇവള് പണ്ടുള്ള ചരിത്രങ്ങൾ ഇങ്ങനെയാ. ഇപ്പോഴും അവളെ സ്വഭാവം മാറിയിട്ടൊന്നുമില്ല. അത് അവിടെ അവക്ക് നല്ല ഫ്രീഡം അല്ലേ. അവിടെ വീട്ടിലാരും ഇല്ല, കെട്ടിയവരും അമ്മ ഇത്രയാണ്. അമ്മ കണ്ടാലും ആ തള്ളം ബിന്ദുല്ല. അവനൊരു മൊണ്ണൻ. അവൻ വെറുതെ കാശില്ലാണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഇവിടെ കിടന്ന് നടക്കണത് നാട്ടുകാർ കാശില്ലാണ്ടൊന്നും ജീവിക്കാൻ പറ്റും. നമ്മളെന്തിനാ ഈ കഷ്ടപ്പെടണ? എപ്പോഴെങ്കിലും അറിയില്ലേ, ആരെങ്കിലും പറഞ്ഞറിയില്ലേ? അറിയുമ്പോ അവന് വേറെ ആരെങ്കിലും അവ അറിഞ്ഞതായിട്ട് പോലും നടിക്കാണ്ട് നമുക്കൊന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ആരോട്? അവരുടെ അമ്മയമ്മേട്. വേണ്ട, എന്ത് ഇനി അത് പ്രശ്നം. നമുക്കൊരു കലക്കം കലക്കാന്നേ. വേണ്ട പിന്നെ ആരെങ്കിലും പറഞ്ഞറിഞ്ഞോളൂ. നമുക്ക് അയൽക്കൂട്ടത്തിൽ എല്ലാരും കൂടി ഒരുപോലെ പൊട്ടിക്കാം. നമ്മള് പറഞ്ഞൊന്നും ആവൂല. ഈ വിവരം എന്നെ കൂട്ടണ്ട. എന്തായാലും എനിക്കിത് എന്തെങ്കിലും ഭർത്താവ് അയാള് കള്ളുടിയനായാലും ഉണ്ടല്ലോ, അയാള് മാന്യനാണ്. ഇതെങ്ങനെയുള്ളതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്റെ തല തല്ലി പൊളിക്കും. ഞാൻ എന്തായാലും ഇതൊന്ന് പൊട്ടിക്കും. മേലെ അങ്ങനെ ചെയ്യാൻ ആവശ്യമില്ലാത്ത കാര്യം ഞാൻ പറയും. എനിക്ക് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്തൊന്നും പറയാ. നീ എന്തിനാ എന്നോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു അവളെ ചരിത്രങ്ങൾ. അങ്ങനെ പറഞ്ഞു. ചായ കിട്ടാൻ സമയം തോണ്ടിത്തോണ്ട് നിൽക്ക്. ചായ വരെ നിക്കണല്ലോ. ചായ ഇനിയിപ്പോ ആരെങ്കിലും കാണണ്ട നമ്മളിങ്ങനെ നിക്കണത്. അവളുമാര് പറഞ്ഞു വന്നോണ്ട് ആരെങ്കിലും പഞ്ചായത്ത്. അതല്ല, തൊഴിലുറപ്പിന് വന്നിട്ടേ സ്വതവേ തൊഴിലുറപ്പാര് വന്നിട്ട് കാലത്ത് വന്ന് ചായക്ക് പോയി, ഉച്ചക്ക് വന്ന് ചോറിന്. ഒരു മണിക്കൂർ എന്തെങ്കിലും കാണിച്ചാ മതി. ഇനി ഒരു കാര്യം അറിയാം നിനക്ക്? ഇവള് കല്യാണത്തിന് മുന്നേ അബോർഷൻ ചെയ്തിട്ടുണ്ടെന്ന്. എന്റെ നാത്തൂന്റെ മോള് ജോലി ചെയ്യുന്ന ആസ്പത്രിയിൽ ഇവള് ഒരു ചെറുക്കനായിട്ട് പോയിട്ട് ചെയ്തത്. എന്നിട്ട് അവള് അബോർഷന് പോയി അബോർഷൻ ചെയ്തു പോന്നു. കല്യാണത്തിന് മുന്നാണ്, ഇപ്പോഴല്ല. നമുക്കൊന്ന് അന്വേഷിച്ചാൽ. വേണ്ട, എന്തിനത്? ഇത് ഇവിടെ കിടന്നോട്ടെ. ഞാൻ നിന്നോടായിട്ട് പറഞ്ഞു എന്നുള്ളൂ, അല്ലാണ്ട് ഇത് പറഞ്ഞു നടക്കാനല്ല. ഞാൻ നിന്റെ അടുത്ത്. പിള്ളേരെ ആ തള്ള ശ്രദ്ധിക്കൂലോ. ഇവളാണെങ്കിൽ തള്ളേല് വെട്ടി പെണ്ണ. തള്ള മഹാമോശല്ലേ. അവിടെ വലിയതാണ് ഈ പെണ്ണ്. ഈ പെണ്ണ് കാലത്തെ ലിപ്സ്റ്റിക്ക് അടിച്ച് ബാഗും നോക്കി പോണ കഴിയണ ആരെ പുറകെ പോകാത്ത. പിന്നെ ഇത് നിന്റെ മനസ്സിൽ വെച്ചാ മതി. എന്താന്നറിയോ, എന്റെ ഭർത്താവിന്റെ സ്വഭാവം അറിയാലോ. കള്ളുടിയനാണെങ്കിലും ആള് മാന്യനാണ്. ഈ ജാതി ഭാര്യ പറഞ്ഞു നടക്കണം പറഞ്ഞിട്ട് പിന്നെ അതിന് എന്നെ തല്ലിക്കൊല്ലും. ഇവിടെ കെട്ടിയോൻ അറിഞ്ഞാണല്ലോ സ്ഥിതി. ഇപ്പോഴത്തെ പെൺപിള്ളേരൊക്കെ ഇങ്ങനെ തന്നെയാണ്. ചിലവരൊക്കെ അങ്ങനെ ഇപ്പൊ പഠിക്കാൻ പോണ പിള്ളേര് പേടിയില്ലാഞ്ഞിട്ടാണേ പോവാ. സമയായി. ആ പെണ്ണിനെ കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യം അറിഞ്ഞേ. പിന്നെ എന്താ പുല്ല്. നാളെ ഈ ഭാഗത്ത് ചെയ്യാട്ടോ നമുക്ക്. നീ ഇനി അത് മനസ്സിൽ വെക്കണ്ട. എനിക്ക് മനസ്സിൽ എനിക്ക് ഭയങ്കര വിഷമം അത് അറിഞ്ഞിട്ടേ. ഇങ്ങനെ തുടങ്ങണത്. ആയിക്കോട്ടെ, ഇവിടെ ഒരു കുഴിയുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചു വരണേ. എങ്ങനെയെങ്കിലും ആ 25,000 ഒന്ന് മേടിച്ചാടി. ആരോടെങ്കിലും ഒന്നും പറഞ്ഞിട്ട് ഒരു പൈസ മേടിച്ച തരില്ല. ശ്യാമേച്ചി, സിന്ധുവേച്ചി എവിടേക്കാ? ഞങ്ങള് പണി കഴിഞ്ഞപ്പോ. ആണോ? വാ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാ. വേണ്ട, ശ്യാമേച്ചിയും സിന്ധു ചേച്ചി ഞങ്ങക്ക് ഇങ്ങോട്ട് വായോ. വാ, ചായ കുടിച്ചിട്ട് പോവാ. വാ, ഞാൻ നല്ല നെയ്യപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു പറ്റൂല. ചായ കൂടി ദേ അവര് വന്നിണ്ട്. വാ, ഇരിക്കും. ഞാൻ ചായ എടുത്തിട്ട് വരാം. ഇരിക്കേച്ചി. നല്ല വിശേഷം. പണി കഴിഞ്ഞു. ചായ എടുക്കടി വേഗം. അതാ കൊണ്ടുവരാ. വീട്ടിൽ പോവല്ലേ, അവര് ഇപ്പൊ രാവിലെ മുതൽ അധ്വാനിക്കൽ തുടങ്ങിയതാ. അതാ കൊണ്ടുവരാ. ചൂടുണ്ടേ, നോക്കി പിടിച്ചോളൂ. കുടിക്കേ, ചായ അല്ലേ. ഇതും കഴിക്കി. കടിയൊന്നും വേണ്ട. പറഞ്ഞാ പറ്റൂല, കഴിക്കി. ഒരു ചായ കുടിച്ചു പോയോ? ചേച്ചിമാര് ഈ വഴിക്കൊന്നും കാണാറേ ഇല്ല. ഞങ്ങളിപ്പോ പണി കുറവാണല്ലോ. പിന്നെ വല്ലപ്പോഴും ഒരു പണി കിട്ടും, അതിനൊന്ന് വരും. പിന്നെ നമ്മുടെ ആൾക്കാരെയൊക്കെ ഒന്ന് ഇത് കഴിക്കുക, സംസാരിക്കുക. പിന്നെ ഇത് കഴിക്കി. ചേച്ചിമാരെ
പിന്നെ നിന്റെ പൂർവ്വകാലമൊക്കെ അറിയാട്ടോ. ഏ പിന്നെ ഈ കോളേജിൽ പോയിരുന്നെന്ന് ഊട്ടിയിൽ കറങ്ങാൻ പോയില്ല ചെക്കന്റെ കൂടെ, അതൊക്കെ ചേച്ചിക്ക് ശരിക്കും അറിയാം. അശ്ശോ. പിന്നെ ഇല്ല ചേച്ചി, രാഘവേട്ടൻ പറഞ്ഞിട്ടേ അതൊക്കെ അറിയാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാം. ഇതൊക്കെ സീനിയർ ആളുകളല്ലേ, അപ്പൊ അവർക്ക് കുറെ കാര്യങ്ങള് എല്ലാ അങ്ങനെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് എന്ത് കാര്യം ക്ഷമിയെ? എന്ത് ചെയ്യും, ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടോയത്. എന്തായാലും ഇപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ ഞാൻ ഊട്ടി പോയതൊക്കെ. വേറെ എന്തൊക്കെ അറിഞ്ഞു നിങ്ങള്? ഞാൻ അറിഞ്ഞൂന്ന് മാത്രല്ല, വേറെയും കുറെ ആളുകൾ അറിഞ്ഞു. പിന്നെ ചേച്ചി ഇത് ചായ കുടിക്ക്. ചേച്ചി കുടിക്ക്, ചായ ചേച്ചി കഴിക്ക്, സ്നാക്സ് കഴിക്ക്. പിന്നെ അതുപോലെ തന്നെ നിനക്ക് കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു അബോർഷൻ ചെയ്ത കേസൊക്കെ ഓ അല്ലേ? അതെ അതെ അതെ. ചേച്ചി ചായ കുടിക്ക്. അത് ശരിയാ. അത് ചേച്ചിന്റെ നാത്തൂന്റെ മോള് പിന്നെ നൈസായി വർക്ക് ചെയ്യണ അതുകൊണ്ട് ചേച്ചി അറിഞ്ഞിണ്ടാവോ? അങ്ങനെ വെച്ചല്ലേ ഈ അബോർഷൻ. ഷാളൊക്കെ പോണു, ഇതാ ജോലിക്ക് പോണ്ടല്ലേ. കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാരും അറിയണുണ്ട് നിന്റെ രഹസ്യങ്ങളൊക്കെ. ഓ ഞങ്ങളോട് പറയാൻ വിട്ടോയതാട്ടോ, ഗർഭമുള്ളത് ഊട്ടി പോയതൊക്കെ അല്ലെ ചേച്ചിമാരെ. എന്തായാലും ഇത് കഴിക്കേ, ചായ മധുരം കുറവുണ്ടോ? ചൂടല്ലേ പോലെ ചൂടായതിനെ കൊണ്ടാണോ? ഫാൻ ഇട്ടരട്ടെന്നാ, അല്ലെങ്കിൽ അകത്തേക്ക് ഇരിക്കാം. നേരെ ഒരുപാട് എനിക്ക് പോണേ. അല്ല കുറച്ചുകൂടി കഴിഞ്ഞു നമുക്ക് ഇങ്ങനെ സംസാരിച്ചു. സന്തോഷല്ലേ? പിന്നല്ല. പിന്നെ അല്ല ചേച്ചിക്ക് എത്ര മക്കളാ? എനിക്ക് 2 മക്കള്. പെൺകുട്ടികൾ, 2 പെൺകുട്ടികളാണ്. കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞോ? അല്ല പോവല്ലേ, ചിരിക്ക്. കല്യാണം കഴിഞ്ഞോ? മക്കളെ കല്യാണം കഴിഞ്ഞോ? ഇല്ല അല്ലേ? ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. അല്ല പിന്നെയും പറഞ്ഞ അല്ല പോകാനായിട്ടില്ല. നിങ്ങളത് കുടിച്ചില്ല പോയോ? നിങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയതാണ് ചായയൊക്കെ ഇല്ലേ? ചേച്ചിക്ക് മക്കൾ ഉണ്ടോ? പെൺകുട്ടികളുണ്ടോ? പിന്നെ ചേച്ചീന്റെ മക്കളെ ഞങ്ങൾക്ക് അറിയില്ലേ? ആ വൈകുന്നേരം 7-8 മണിയാകുമ്പോഴല്ലേ അതിറ്റങ്ങൾ ആ പാടവരമ്പത്ത് കൂടെ പോണേ, നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ചെക്കന്മാരെ കൂടെ പിന്നല്ല അല്ലേ ചേച്ചി? എന്റെ മക്കൾ അങ്ങനെയൊന്നും പോവില്ലെന്നേ. ആണല്ലേ? ചേച്ചിന്റെ മക്കള് പോവില്ല അല്ലേ? എനിക്ക് ഗർഭമുണ്ടായിട്ടുണ്ട്, ഊട്ടി പോയിട്ടുണ്ട്, അതൊക്കെ ചേച്ചി അറിഞ്ഞു. മോളെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ? ആണോ? അപ്പൊ ചേച്ചിമാരോട് 2 പേരോടും ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഏതായാലും ഇങ്ങനെ തൊഴിലുറപ്പ് എന്നൊക്കെ പറഞ്ഞ് വർക്കിന് പോകുന്നതാണ്, ജോലിക്ക് പോകുന്നതാണ് അല്ലെ? സ്വാഭാവികമായിട്ടും 1-2 ആളുകൾ കൂടുമ്പോൾ നമ്മള് പല സംസാരങ്ങളും ഉണ്ടാവും അല്ലെ? വെറുതെ മസൽ പിടിച്ചിങ്ങാണ്ട് പണിയൊന്നും നടക്കില്ല. നാട്ടുവിശേഷങ്ങൾ പറയും, കൂട്ടത്തിലും കുടുംബത്തിലുള്ള കാര്യങ്ങൾ പറയും, ഇതൊക്കെ പറയും. ആ കൂട്ടത്തില് ഈ ഓരോ പിന്നെ സ്ത്രീകളെ കുറിച്ചും ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തിയിട്ട് നമ്മൾ നിങ്ങളായിട്ടൊരു കഥ മെനഞ്ഞുണ്ടാക്കുകയാണ്. അപ്പൊ എന്റെ ഭാര്യ ഷെമീറാനെ കുറിച്ച് എനിക്കറിയാം. അപ്പൊ നിങ്ങളെ ഇപ്പൊ ഓള് പിന്നെ കോളേജ് പഠിക്കുന്ന കാലത്ത് ടൂർ പോയതും അബോർട്ട് ചെയ്തൊക്കെ കഥകൾ പറഞ്ഞു. ഇതൊക്കെ എന്നോട് വേറെ ആരും പറഞ്ഞത് ഞാനത് നേരിട്ട് കേട്ടാണ്. സൈറ്റിന്റെ അടുത്ത് ഒരു ചോന്ന കാറ് ഉണ്ടായിരുന്നു. ആ ചേച്ചി നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അത് കേട്ടു. ഇതൊക്കെ ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാണ്. ആരെ കാര്യമായാലും ഇങ്ങനെ ഈ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ടുണ്ടാക്കണം. നിങ്ങൾക്കുണ്ടല്ലോ പെൺകുട്ടികള്. ഈ 2 മക്കളെ കുറിച്ച് ഞങ്ങളൊരു കഥ മെനഞ്ഞിട്ട് ഓരോ വാട്സപ്പ് ഗ്രൂപ്പിലും കൂടെ ഇട്ടാ എങ്ങനെ ഉണ്ടാവും? ആ ചേച്ചിക്ക് എങ്ങനെ രസിക്കുക? സ്വന്തം മക്കളല്ലേ. മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോ കിട്ടണ ഫീലൊന്നും അവനവന്റെ മക്കളെ കുറിച്ച് പറയുമ്പോ കിട്ടും. കോളേജ് പഠിക്കുന്ന കുട്ടികളാണ്, അവർക്കും ടൂർ പോകാം അല്ലെ? ചെക്കന്മാരെ കൂടെ ഊട്ടിക്കോ കൊടൈക്കനാൽക്കൊക്കെ പോകാം, അവർക്കും ഗർഭം ഉണ്ടാവാം, അബോർട്ട് ചെയ്യാം അല്ലെ? ഇതൊക്കെ അന്വേഷിക്കണോട്ടാ ചേച്ചി. മറ്റുള്ളവരുടെ കാര്യം മാത്രം അന്വേഷിച്ചാ പോരാ, സ്വന്തം മക്കളുടെ കാര്യം കൂടി ഒന്ന് അന്വേഷിക്കണം. നല്ലതാ. ചേച്ചി ചായ കുടിക്കേ ചേച്ചി. വീട്ടിൽ പിന്നെ ചായ കുടിക്കേ, വിശേഷങ്ങൾ പറ. നിങ്ങൾ ഭയങ്കരമായിട്ട് വിശേഷം പറയുന്ന ആൾക്കാരാണല്ലോ, അങ്ങനെയാണല്ലോ ഞാൻ കേട്ടെ. എന്തിന്? ഇപ്പൊ ചായ കുടിച്ചിട്ട് പോയാ മതി, ബാക്കി വിശേഷങ്ങളൂടി പറ, എനിക്കും കൂടി കേൾക്കാലോ. അപ്പോഴേ നിങ്ങൾ ഈ രാവിലെ എണീറ്റ് ഈ ചോറും പാത്രവും ഈ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ പണിക്ക് പോവല്ലേ? നിങ്ങളുടെ മക്കള് വീട്ടിൽ തനിച്ചല്ലേ? അവര് കോളേജിൽ പോകണ്ടോ സ്കൂളിൽ പോകണ്ടോ എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കണ്ട. ഇന്നില്ലെങ്കിൽ നാളെ നമുക്കിത് തിരിച്ചടിക്കുന്നുള്ളൊരു വിചാരം നിങ്ങൾക്ക് വേണം. നിങ്ങളൊരു സ്ത്രീയല്ലേ. ഇതിപ്പോ എന്റെ ഇക്കാക്കിന്നെ അറിയണോണ്ട് ഇക്കത് നിങ്ങൾ പറഞ്ഞൊന്നും വിശ്വസിച്ചിട്ടില്ല. വേറൊരു ഫാമിലിയിലാണെന്നുണ്ടെങ്കിലോ അവിടെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും. നമുക്ക് മക്കളുണ്ട് എന്നുള്ള ചിന്തക്ക് ബോധമൊക്കെ നമുക്ക് കുറച്ചെങ്കിലും വേണം. മനസ്സിലായോ? ഇനിയെങ്കിലും നിങ്ങൾ ഈ കള്ളത്തരം പറച്ചിലും മറ്റുള്ളവരെ കുറിച്ച് ഈ അനാവശ്യം പറഞ്ഞ് നടക്കലൊന്നും നിർത്തി. പോവാൻ വരട്ടെ, പറയണ കേട്ടിട്ട് പോ. നിങ്ങളെ ഞാൻ ചായ തന്ന് സൽക്കരിക്കാൻ വിളിച്ചോന്നല്ല, ഇത് ഇവിടത്തോടെ തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. നാളെ ഇതേപോലെ ഒരു സ്ത്രീക്ക് ഒരു അനുഭവം ഇനി വരരുത്. മനസ്സിലായ? അവനവന്റെ ജോലി ചെയ്യുക, കാശ് വാങ്ങാൻ, വീട്ടിൽ പോവുക. ഇനി ഇതുപോലെ തന്നെ ആവോ? ഇല്ല മോളെ, ഇതോടുകൂടി ഒന്ന് മനസ്സിലാക്കിയാ മതി. മക്കള് വലുതായി വരുന്നുണ്ട് നിങ്ങക്ക്. മനസ്സിലായോ? നാളെ പിറ്റേന്ന് ഇങ്ങനെ പറയുമ്പോഴേ വായം പൊളിച്ചിരിക്കാം.
പിന്നെ ഈ കർമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? കർമ്മ തിരിച്ചടിക്കും, സൂക്ഷിച്ചോ കേട്ടോ. പാവങ്ങള് നല്ല പേടിച്ച്. അല്ല, ഒരു ഇങ്ങനെ ഒരു അടി കൊടുക്കാൻ ഞാൻ ഇനി എന്തായാലും ഇങ്ങനെ പറഞ്ഞു നടക്കൂല.